നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമുക്ക് ഓരോ പ്രധാനപ്പെട്ട വ്യക്തികളുണ്ടാവും നമുക്ക് കോൾ ചെയ്യാൻ. നമ്മുടെ പ്രിയപ്പെട്ട കാമുകിയോ കാമുകനോ വൈഫോ അല്ലെങ്കിൽ ഭർത്താവോ ആരാണെങ്കിലും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആളുകൾ വിളിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് അവരെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അതാരാണ് കോൾ ചെയ്യുന്നതെന്ന് ഫോൺ എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് തിരിച്ചറിയാൻ റിംഗ് ടൂൺ മാറ്റാനുള്ള സൗകര്യമുണ്ട്. അതായത് നമുക്ക് ഓരോ വ്യക്തികൾക്കും പ്രത്യേക റിംഗ് ടൂൺ ആക്കി കഴിഞ്ഞാൽ അവർ വിളിക്കുന്ന സമയത്ത് ആ റിംഗ് ടൂൺ കേട്ട് അദ്ദേഹമാണ് വിളിക്കുന്നതെന്ന് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഓരോ വ്യക്തികൾക്ക് പ്രത്യേകമായിട്ട് റിംഗ് ടൂൺ മാറ്റി കൊടുക്കുക എന്നുള്ളതാണ്. വളരെ യൂസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മളെല്ലാവരും ഗൂഗിളിലാണ് കോൺടാക്റ്റുകൾ സേവ് ചെയ്യാറുള്ളത്. കാരണം നമുക്ക് കോൺടാക്റ്റുകൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കോൺടാക്റ്റുകൾ സേവ് ചെയ്യാറുള്ളത്. അതെങ്ങനെ സേവ് ചെയ്യാമെന്നും നമുക്ക് കോൺടാക്റ്റ് എങ്ങനെ നമ്മുടെ മെയിലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാമെന്നുള്ളതിനൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഗൂഗിളിൻ്റെ ഒരു കോൺടാക്റ്റ് ആപ്പുണ്ട് പ്ലേ സ്റ്റോറിൽ, അത് ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റുകൾ എഡിറ്റ് ചെയ്യാനും അതിലേക്ക് കോൺടാക്റ്റുകൾ ആഡ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഇതാണ് ആ ഒരു ആപ്പ്, കോൺടാക്റ്റ് എന്നുള്ള ഈ ഒരു ആപ്പാണ്. അത് നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ കോൺടാക്റ്റുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. താഴെ ഭാഗത്ത് പുതിയൊരു ഓപ്ഷൻ വന്ന് കാണാൻ സാധിക്കും. നേരത്തെ ഈ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ആളുകൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നോക്കുക അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് വലതു ഭാഗത്ത് ഓർഗാനിക്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ കോൺടാക്റ്റ് റിംഗ് ടൂൺസ് ഒരു ഓപ്ഷൻ കാണും. ഇതാണ് നമ്മുടെ ഫീച്ചർ. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ ആഡ് കോൺടാക്റ്റ് റിംഗ് ടൂൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ വ്യക്തിയെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയി വരും. ഇവിടെ നമ്മുടെ ഫയൽ മാനേജർ ഓപ്പൺ ആയി വരും, നമ്മുടെ ഗാലറി ഓപ്പൺ ആയി വരും. ഇതിനകത്ത് നിന്ന് ഏത് റിംഗ് ടൂൺ ആണോ നിങ്ങളുടെ വേണ്ടതെങ്കിൽ ആ റിംഗ് ടൂൺ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ബട്ടൺ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു കോൺടാക്റ്റ് ഇവിടെ ആ ഒരു റിംഗ് ടൂണിനകത്ത് സേവ് ആയിക്കണം. ഇനി ഗാലറിയിലുള്ള ഒരു സൗണ്ട് അല്ല നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ഇതുപോലെ കോൺടാക്റ്റ് സെലക്ട് ചെയ്താൽ ഇവിടെ സെറ്റിംഗ്സ് ആൻഡ് സൗണ്ട് ആൻഡ് വൈബ്രേഷൻ ഓപ്ഷൻ കാണും. അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ മൊബൈൽ ഫോണിലുള്ള ഒരുപാട് റിംഗ് ടൂണുകൾ ലഭ്യമാകും. ഏറ്റവും മുകളിൽ ക്ലാസിക് തീംസ് ഉള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പല ട്യൂണുകൾ കേൾക്കാൻ സാധിക്കും. അത് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ ഒരു കോൺടാക്റ്റിന് അങ്ങനെ കൊടുത്താൽ ഓക്കെ കൊടുത്താൽ ആ ഒരു കോൺടാക്റ്റിൽ ആ ഒരു റിംഗ് ടൂൺ ആയി കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കോൺടാക്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ എത്ര നമ്പറിൽ എത്ര കോൺടാക്റ്റുകൾ ആഡ് ചെയ്യുന്നോ അതെല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും ആ കോൺടാക്റ്റുകൾ ആവശ്യം കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.